ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാനും ആരാധന അർപ്പിക്കുവാനും ദൈവം ഒരു അവസരം നൽകി എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ചാരിതാർത്ഥ്യത്തോടെ സ്മരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ബലഹീനായിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളവും ഇടവ മെത്രാപ്പോലീത്തായെ സംബന്ധിച്ചിടത്തോളവും സഭയെ സംബന്ധിച്ചിടത്തോളവും ചുട്ടുകൊള്ളുന്ന ദിനങ്ങളായിരുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചൊന്നും ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. കോലഞ്ചേരി എന്ന പ്രദേശത്തിൻ്റെ നാമം മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു മിന്നൽ പിണര് പോലെയുള്ള ഓർമ്മകൾ, വേദനിക്കുന്ന ഓർമ്മകൾ, ചുട്ടുകൊള്ളുന്ന അനുഭവങ്ങൾ, അതാണ് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മികതയ്ക്ക് ഒരു പുതിയ നിർവചനം കണ്ടെത്തുവാൻ തക്കവണ്ണം പലരും ശ്രമിക്കുന്നുണ്ട്. ആധ്യാത്മികത എന്താണ് ആധ്യാത്മികതയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് ചോദിച്ചാൽ അത് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുവർത്തിക്കുമ്പോഴാണ്. ആധ്യാത്മികതയിലൂടെ അനീതിയും അക്രമവും കലർത്തി വ്യാജമായ ആധ്യാത്മികത ലോകത്തിന് എന്നും ആപത്ത് തന്നെയാണ്. തന്നിഷ്ടം പ്രവർത്തിക്കുക, ആധ്യാത്മികതയ്ക്ക് മറ്റൊരു നിർവചനം നൽകുക, ആ നിർവചനം നൽകി അക്രമഭാവങ്ങളിലൂടെ തന്നിഷ്ടം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആധ്യാത്മികതയല്ല എന്നുള്ളത് നാം ഓർക്കണം. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കർത്താവും നിഷ്കളങ്കരായ ശിഷ്യന്മാരും വിളഞ്ഞു കിടക്കുന്ന വയലിലൂടെ കടന്നു പോകുമ്പോൾ നിഷ്കളങ്കരായ ശിഷ്യന്മാർ ധാന്യമണികൾ കതിരിൽ നിന്ന് ഉരിഞ്ഞെടുത്ത് അവരെ അത് വായിൽ ഇട്ട് കുറിച്ച് തിന്നു എന്നുള്ളതാണ്. ആ നിഷ്കളങ്കരായ ശിഷ്യന്മാരെ വളരെ സമർത്ഥരും മിടുക്കരുമാണെന്ന് വിചാരിക്കുന്ന യഹൂദമതത്തിൻ്റെ മേധാവികൾ അവരെ കുറ്റക്കാരായി കാണുകയാണ്. യേശുവിനോട് പരീശന്മാരെ, യഹൂദമതത്തിൻ്റെ ഉന്നതാധികാരികൾ പറയുന്നു, നിന്റെ ശിഷ്യന്മാർ കുറ്റവാളികളാണ്, നിന്റെ ശിഷ്യന്മാർ ഇത് മഹാ അപരാധം ചെയ്യുന്നു. നിരപരാധികളെ കുറ്റവാളികളാക്കുന്ന ഒരു സമ്പ്രദായമാണ് യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്നത്. മറുപടി പറയുന്നുണ്ട്, മറുപടിക്കൊന്നും ഉത്തരവൊന്നുമില്ല. കർത്താവ് അവരോട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങളുടെ പ്രിയങ്കരനായിരിക്കുന്ന ദാവീദ് രാജാവ് വിശന്ന് വലഞ്ഞപ്പോൾ ഒരു രാജാവിന് ഒരിക്കലും ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിച്ചില്ലേ? പിന്നെ എങ്ങനെയാണ് നിഷ്കളങ്കരായ എൻ്റെ ശിഷ്യന്മാർ, നിരപരാധികളായ എൻ്റെ ശിഷ്യന്മാർ നിങ്ങളുടെ മുൻപാകെ കുറ്റക്കാരാകുന്നത്? പ്രിയമുള്ളവരെ, ആധുനിക സമൂഹത്തിലും ആധ്യാത്മികതയ്ക്ക് പുതിയ നിർവചനം കൊടുത്തുകൊണ്ട് സത്യത്തെയും നീതിയെയും ലോകത്തിൽ നിന്ന് നിശേഷം മായ്ച്ചു കളയത്തക്കവണ്ണമുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ലോകത്തിൽ ഉണ്ടാകും. ആ വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന ആത്മീക മനുഷ്യരെന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാർഗദർശനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനം
അതിനെതിരായിരുന്നു. അത് ആരും മറന്നു പോകാൻ പാടില്ല. സത്യം കുഴിച്ചു മൂടപ്പെടുവാൻ തക്കവണ്ണം ലോകം തയ്യാറാകുന്നത് ഒരിക്കൽ മാത്രമല്ല, അത് തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ മനസ്സ് തളർന്നു പോകാനിടയുണ്ട്. കോവാദീസ് എന്ന് പറഞ്ഞാൽ അത് ലാറ്റിൻ പദമാണ്. അതിനർത്ഥം വേർ ആർ യു ഗോയിങ്, അതാണ് ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. ഏകദേശം 1000 പേജുള്ള ഒരു നോവലാണ്, ഒരു ചരിത്ര നോവലാണ്. ആ ചരിത്ര നോവൽ എഴുതുവാൻ തക്കവണ്ണമുള്ള അതിന്റെ കഥാപ്രമേയം എന്ന് പറയുന്നത് റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തീയ സഭ പീഡനമേറ്റപ്പോൾ വിശ്വാസികൾ പല ഒളിവിടങ്ങളിലും ഓടി ഒളിക്കുകയാണ്. നീറോ രാജാവിന്റെ പീഡനം അരങ്ങേറുകയാണ്. അങ്ങ് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടണം. അങ്ങ് നീറോ രാജാവിനാൽ പെട്ടെന്ന് കൊല്ലപ്പെട്ടാൽ ഞങ്ങൾക്ക് ഇടയില്ലാതായി. പത്രോസ് കുണ്ടനഴി വഴിയിലൂടെ ഓടി പോവുകയാണ്. എന്തിനു വേണ്ടി? പീഡയെ ഭയന്നുകൊണ്ട്. അങ്ങനെ കുണ്ടനഴി വഴിയിലൂടെ പത്രോസ് കടന്നു പോകുമ്പോൾ എതിരെ വരുന്നു കർത്താവായ യേശു ക്രിസ്തു. ആ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വേർ ആർ യു ഗോയിങ്? നീ എങ്ങോട്ടാണ് പോകുന്നത്? അതാണ് കോവാദീസ്. I am going to Rome to be crucified for you. നീ റോമിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു. മറുചോദ്യം പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു, നീ എങ്ങോട്ടാണ് ഈ കുണ്ടനഴി വഴിക്കൂടെ എന്റെ നേരെ വരുന്നത്? ഞാൻ റോമിലേക്ക് പോകുന്നു, നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടെ കുരിശിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ പ്രമേയം. പ്രിയമുള്ളവരെ, പീഡനം വരുമ്പോൾ ഓടിപ്പോകുവാനുള്ളവരല്ല സത്യക്രിസ്ത്യാനികൾ. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ, പീഡനമേൽക്കുന്ന അനുഭവം വരുമ്പോൾ, പരിഹസിക്കപ്പെടുമ്പോൾ, നിന്ദിക്കപ്പെടുമ്പോൾ ഓടിപ്പോകുവാനുള്ളവരല്ല. സാക്ഷ്യം എന്ന ലോകത്തെ ഓർമ്മിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഇത് 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല അരങ്ങേറുന്നത്, 21-ാം നൂറ്റാണ്ടിലും അരങ്ങേറും. ഇവൻ നീതിമാനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ അധികാരത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ നീതിമാനായ നിരപരാധിയായ യേശു കുരിശിക്കപ്പെട്ടേ മതിയാവായ യേശു ക്രിസ്തുവിനെ എന്നേക്കുമായി ലോകത്തിൽ നിന്ന് നശിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ. 3 ദിവസം കഴിഞ്ഞപ്പോൾ അതീവ ശക്തിയോടെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. തന്നെ കുരിശിൽ തറച്ചവരോട് യേശുവിനെ യാതൊരു വിരോധവും ഇല്ലായിരുന്നു. അവരോട് ഒരു പ്രതികാര ചിന്തയില്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞത്, ഞാൻ ഉയർത്തെഴുന്നേറ്റു, സത്യം ഉയർത്തെഴുന്നേറ്റു, ന്യായം ഉയർത്തെഴുന്നേറ്റു, നീതി ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളോട് ദീർഘിപ്പിക്കുന്നില്ല. കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നുമില്ല. പലപ്പോഴും കോലഞ്ചേരി എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തീപ്പൊരിയാവും. പലപ്പോഴൊക്കെ റോഡ് കൂടെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലെ കയറി വരുന്ന ജമാഅത്ത് തിരുവേനിയും കുരിശുപള്ളി കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഞാൻ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. ഒരു ജീവനേ ഉള്ളൂ, ഒരു ജീവിതമേ ഉള്ളൂ. അത് ഇത്ര നാൾ ജീവിക്കണമെന്ന് നമുക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. നമ്മളില്ലേലും സഭ മുന്നോട്ട് പോകും. ജമാഅത്ത് വരി ചെയ്യണ്ട. ഞാൻ പറഞ്ഞത്, സത്യത്തെ കുറിച്ച് തറയ്ക്കുവാൻ, നന്മയും തിന്മയും വേർതിരിച്ചറിയുവാൻ കഴിവില്ലാത്ത ഒരു കാലഘട്ടം. അങ്ങനെ വരുമ്പോൾ നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും നിൽക്കുന്നവർ തളർന്നു പോകാനിടയുണ്ട്. പക്ഷേ നിങ്ങൾ തളരേണ്ടതില്ല. നിങ്ങളോടൊപ്പം ഇടയ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളും കൂടെ ഉണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി.